നമുക്കപ്പം മുണ്ടക്കയിൽ നിന്ന് അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുന്നു. മലമുടിയിൽ നിന്ന് മരണം ഇറങ്ങി വന്ന ഒരു രാത്രിയുടെ ഓർമ്മകളുമായി അലക്സ് റാം മുഹമ്മദ് കൂടി ചേരുകയാണ്. അലക്സ്, പറയൂ. എസ് കെ ഗുഡ് മോർണിംഗ്. എസ് കെ ഞാൻ ചൂരൽമലയുടെ മുകളിലാണ്, മുണ്ടക്കയിലാണ്. തൊട്ടുമുകളിൽ പുഞ്ചിരിവട്ടം കാണാം. ആ ദൃശ്യങ്ങളിൽ പുഞ്ചിരിവട്ടം ഒരുപക്ഷെ അവ്യക്തമായിരിക്കും. എസ് കെ മഴ പെയ്യുന്നുണ്ട്. ഈ വെള്ളൊലിപ്പാറയിൽ അല്ലെങ്കിൽ വെള്ളരിമല എന്ന് പറയുന്ന ആ പാറയിൽ അങ്ങനെ മഴ പെയ്ത് കോട മഞ്ഞിറങ്ങി അങ്ങനെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ പ്രദേശം, അതായത് ആ ഉരുൾ എവിടെ നിന്നാണോ ഇടിഞ്ഞു പോകുന്നത് ആ പ്രദേശം നമുക്ക് കാണാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് അവിടെ ഒരു അരുവി പോലെ രൂപപ്പെട്ടിട്ടുണ്ട് എസ് കെ. അത് ഒരു കണ്ണീർ തടം പോലെ അതങ്ങനെ കിടക്കുകയാണ്. എസ് കെ ആ ഭൂമി നോക്ക്, രണ്ടായി പിളർന്ന് കിടക്കുന്ന ആ ഭൂമി നോക്ക് എസ് കെ. ഈ പ്രദേശം മുഴുവൻ ഇതാ ഇപ്പോൾ പാറക്കല്ലും അതുപോലെ പച്ചക്കാടും ഒക്കെ പിടിച്ചു കിടക്കുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല എസ് കെ. ഇത് മുണ്ടക്കൈയാണ്. മുണ്ടക്കൈ അത്യാവശ്യം ചൂരൽമല കഴിഞ്ഞാൽ കാര്യമായ ജനവാസ മേഖല ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു. ഇതാ തൊട്ട് മുന്നിൽ ഒരു 3 പാറക്കല്ല് ഞാൻ കാണിക്കാം എസ് കെ. ആ 3 പാറക്കല്ലിരിക്കുന്ന സ്ഥലത്ത് മുമ്പ് ഒരു കുടുംബം, ഒരു വീടുണ്ടായിരുന്നു. അവിടെ ഒരു 12 പേർ താമസിച്ചിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ പ്രവാസിയായ നൌഫലിന്റെ ദുഃഖം കണ്ടത്. അദ്ദേഹത്തിന്റെ കണ്ണീർ നമ്മൾ കണ്ടത് അവിടെയാണ്. തൊട്ടടുത്ത് മുണ്ടക്കൈ പള്ളിയുണ്ട്. പള്ളിക്ക് മുന്നിൽ ഒരു വലിയൊരു പടുകൂറ്റൻ വെള്ളാരം കല്ല് ആ മുകളിൽ പുഞ്ചിരിമട്ടത്ത് നിന്ന് പൊട്ടിത്തകർന്ന് ഇടിച്ചിറങ്ങി എത്തിയ ഒരു വലിയ വെള്ളാരം കല്ല് കാണാം. ആ വെള്ളാരം കല്ല് ഇപ്പോൾ കാലം ഒരു കൊല്ലം, ഒരാണ്ട് കഴിയുന്നു. അത് കറുത്തു തുടങ്ങിയിട്ടുണ്ട് ആ കല്ല്. ആ പള്ളി അങ്ങനെ ഇടിച്ച് തകർത്തു പോയിട്ടുണ്ട്. ആ പള്ളി ഇപ്പോൾ അനാഥമാണ്. തൊട്ട് താഴെ ചൂരൽമലയിലെ ശിവക്ഷേത്രം കണ്ടു. ഒരു കിടാവിളക്ക് മാത്രമാണ് ശിവക്ഷേത്രത്തിൽ ബാക്കി. അത്തരത്തിൽ ഈ മേഖലയാകെ പ്രകൃതി എടുത്തു പോയതാണ് സ്കേൻ. അത് അങ്ങേയറ്റം ദുഃഖമാണ്. തൊട്ട് താഴെ കുറച്ച് ആളുകളുണ്ട്. അത് അവർ ഈ 1 വർഷവുമായി ബന്ധപ്പെട്ട് ചൂരൽമലയിലും അതുപോലെ മറ്റുമൊക്കെ കുറച്ച് ആളുകളുണ്ടെങ്കിലും ഇവിടേക്ക് ആരുമില്ല. ഇത് പൂർണ്ണമായി നിശബ്ദമാണ്. ഇവിടെ ഒന്ന് നോ ഗോസൺ ഏരിയയാണ്. തൊട്ടുമുകളിൽ പുഞ്ചിരിമട്ടം പ്രദേശമൊക്കെ നോ ഗോസൺ ഏരിയയാണ്. ആ ദൃശ്യങ്ങളിൽ കാണാം ഒരു വാഹനത്തിന്റെ അവശിഷ്ടം, അന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇരച്ചെത്തിയ ഒരു ജീപ്പിന്റെ അവശിഷ്ടം നമ്മുടെ ദൃശ്യങ്ങളിൽ ഇപ്പോഴും കാണാം. 1 വർഷമായി അതങ്ങനെ കിടക്കുന്നുണ്ട് എസ് കെ. എന്താ ഈ ഭൂമിയുടെ അടയാളമായി അങ്ങനെ കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ ജീവിച്ചിരുന്ന മണ്ണാണെന്ന് നമുക്കറിയാം. 298 പേരെയാണ് സർക്കാർ ഔദ്യോഗികമായി ഈ വലിയ ദുരന്തത്തിൽ മരിച്ചതായി സ്ഥിരീകരിക്കുന്നത്. 298 പേർ. അതിൽ തന്നെ ആ കണക്കുകൾ തന്നെ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുന്നുണ്ട് എസ് കെ. ഇനിയും 32 പേർ കാണാമറയത്താണ്. അതിലേറ്റവും വേദനിപ്പിക്കുന്നത്, ഹൃദയവേദന ഉളവാക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ വെള്ളാർമല സ്കൂളിലെ അവസ്ഥയാണ്. ആ സ്കൂളിൽ നിന്ന് കുട്ടികൾ 33 കുരുന്നുകളാണ് ആ സ്കൂളിൽ നിന്ന് വിട പറഞ്ഞത്. അതുപോലെ 17 പേരെ ഇനിയും കാണാമറയത്തുണ്ട്. അത്തരത്തിൽ അത്യന്തം വേദന നൽകുന്നുണ്ട് ഈ പ്രദേശത്ത് നമ്മൾ നിൽക്കുമ്പോൾ. കാരണം ഇവിടെ ഈ റിപ്പോർട്ടിങ്ങിനായി വന്നപ്പോൾ തന്നെ പലരുടെയും അനുഭവവും പല കാഴ്ചകളും നമ്മൾ നേരിട്ട് കാണേണ്ട ഒരു സാഹചര്യം അന്നുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കണ്ണീരോടെ അല്ലാതെ ആ സമയത്ത് അവരോട്, ഈ ആളുകളോട് നമുക്ക് സംസാരിക്കാനും സാധിച്ചില്ല. ഈ വെള്ളാർമല സ്കൂൾ അതിജീവനത്തിന്റെ പാതയിലാണ് നമ്മൾ പറഞ്ഞു. വെള്ളാർമല സ്കൂളിനെ അങ്ങനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അധ്യാപകരും അതുപോലെ രക്ഷകർത്താക്കളും ഒപ്പം കുട്ടികളും ഒക്കെ നടത്തുന്ന ഒരു മഹാപ്രയത്നമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു മഹാപ്രയത്നമുണ്ട്. എസ് കെ, എന്താ ഇവിടേക്ക് 1-2 ജീപ്പുകൾ കയറി വരുന്നതാണ് കാണുന്നത്. അതിൽ ചില ആളുകളുണ്ട്, അതായത് തങ്ങളുടെ ബന്ധുക്കൾ മുൻപ് താമസിച്ചിരുന്ന സ്ഥലം കാണാൻ ആ വാർഷിക ദിനത്തിൽ അവരെത്തുന്നതാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ മേഖലയിലേക്ക് മറ്റുള്ളവരെ പുറത്തുനിന്നുള്ള ആളുകൾ ഇവിടേക്ക് കയറ്റി വിടില്ല എസ് കെ. അത്യന്ത വേദന ഉളവാക്കുന്നുണ്ട്. ഇവരിൽ ഇനി പ്രതീക്ഷ അർപ്പിക്കുന്ന ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ടാണ്. എത്ര കണ്ടത് നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. എസ് കെ, കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ച് പേരോട് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഈ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ തയ്യാറാക്കിയ പട്ടികയിൽ ചില അവ്യക്തതകളുണ്ട്. അതിൽ കൂടുതലായി ഈ ദുരന്തം ബാധിച്ചവരെ ആ പട്ടികയിൽ 2ാമത്തെ പട്ടികക്കാരും അതല്ലാത്തവർ 1ാമത്തെ പട്ടികക്കാരാക്കി എന്നൊക്കെയുള്ള വാദങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കപ്പെടണം. ആ പട്ടികയിൽ കൃത്യമായ ആളുകളെ ഉൾപ്പെടുത്തി അവരുടെ പുനരധിവാസം, അതിജീവനം ഉറപ്പുവരുത്തണമെന്നാണ് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പോഴും എസ് കെ, ഈ പ്രദേശമൊക്കെ, ഞാൻ ഈ നിൽക്കുന്ന പ്രദേശത്തൊക്കെ മുമ്പ് റിസോർട്ടുകൾ ഉണ്ടായിരുന്ന പ്രദേശമാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു, സീതമ്മക്കുണ്ട് വെള്ളച്ചാട്ടം എന്ന പേരിൽ ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഉരുളെടുത്ത് പോയിട്ടുണ്ട്. അതൊന്നും ഇവിടെ ഇല്ല. അതെല്ലാം അത്തരത്തിൽ തന്നെ അങ്ങ് താഴേക്ക് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ മനുഷ്യജീവനുകളെ ഇവിടെ നിന്ന് ഏതാണ്ട് 40-47 കിലോമീറ്ററുകൾ അപ്പുറത്ത് ഈ പുഴയിലൂടെ ഒഴുകി അതങ്ങ് ചാലിയാറിലാണ് ആ മൃതദേഹങ്ങളിൽ പലതും കാണപ്പെട്ടത്. പുത്തുമല നമ്മൾ കണ്ടു, ഹൃദയഭൂമി എന്നാണ് പുത്തുമല. ജൂലൈ 30 ഹൃദയഭൂമിയാണ് ആ ഭൂമി. ആ ഭൂമിയിൽ ഇപ്പോഴും 53 പേരുടെ മൃതദേഹമാണ് തിരിച്ചറിഞ്ഞ് സംസ്കരിച്ചിട്ടുള്ളത്. അതിൽ 212 പേരുടെ ശരീരഭാഗങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് സ്കേൻ. അതിൽ ചില മനുഷ്യരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തിരിച്ചറിയാത്ത എത്ര അനവധി മനുഷ്യർ അവിടെയുണ്ട്. ഈ മണ്ണിനടിയിൽ എത്ര പേരുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഇനിയും അറിയില്ല. അങ്ങേയറ്റം വേദനയാണ് സ്കേൻ. രാവിലെ നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഒരു മഴവില്ല്
ഈ ഈ വെള്ളലുപ്പാറയിൽ ഇങ്ങനെ ഉദിച്ചു നിൽക്കുന്നത് കണ്ടു. ആ മഴവില്ല് പോലെ അതിജീവനം ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ അതിജീവനത്തിന് കരുത്ത് ഈ മനുഷ്യർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരാണ്ട് തികയുമ്പോൾ ഈ പ്രദേശത്ത് ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അട്ടമല, മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം, ചൂരൽമല അങ്ങനെ ഈ പ്രദേശം ഒന്നാകെ ഉരുളെടുത്ത് പോയിട്ടുണ്ട്. ഏതാണ്ട് 8 കിലോമീറ്ററാണ് ഇത്തരത്തിൽ ഉരുൾ എടുത്തു പോയത്. 8600 സ്ക്വയർ മീറ്ററോളം ഇത്തരത്തിൽ ഉരുൾ എടുത്തു പോയിട്ടുണ്ട്. സ്കാൻ നോക്കൂ, പാറക്കല്ലും മറ്റുമൊക്കെ ഇപ്പോഴും കിടക്കുന്നു. ആ പുന്നപ്പുഴ ഇങ്ങനെ ഒഴുകുന്നുണ്ട് ഇപ്പോഴും. അവിടെ ഈ ഡബ്രിസ് അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടികൾ പുഴയ്ക്കകത്ത് ഇപ്പോഴും പുരോഗമിക്കുന്നത് നമുക്ക് കാണാം. അത് നീണ്ട കാലമായി തന്നെ ആ പ്രവൃത്തി നടക്കുന്നുണ്ട്. തൊട്ടപ്പുറത്ത് മുണ്ടക്കൈ LPS ഉണ്ട്. സ്കാൻ മുണ്ടക്കൈ LPS തകർന്ന് തരിപ്പണമായ തൊട്ടപ്പുറത്താണ്. ഞാൻ ആ കൈ ചൂണ്ടുന്ന ആ ദൃശ്യങ്ങളാണ് മുണ്ടക്കൈ LPS. അവിടെ നിന്ന് നിരവധി കുട്ടികളെ അന്ന് അപകടത്തിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല ഈ മുണ്ടക്കൈ LPS ഏതാണ്ട് 63 കുട്ടികൾ ഇപ്പോൾ മേപ്പാടി സ്കൂളിൽ പഠിക്കുന്നുണ്ട്. മേപ്പാടിയിലെ സ്കൂളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വെള്ളാർമല സ്കൂളിലെ 546 അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.